MLA ഉമാ തോമസിന് അപകടം പറ്റിയ കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിയുടെ ക്രമീകരണ ചുമതല വഹിച്ച ഓസ്കാർ ഇവന്റ്സ് ടീമിനെതിരെ നേരത്തെ തന്നെ ഗുരുതരമായ ആരോപണങ്ങളാണ് നിലനിന്നിരുന്നത്. തൃശൂരിൽ അനധികൃതമായ രീതിയിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിച്ച കേസുകളിൽ നടപടികൾ നേരിടേണ്ടി വന്ന വ്യക്തിയാണ് ഓസ്കാർ ഉടമ കൂടിയായ ജനീഷ് ഷംസുദ്ദീൻ. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ജനീഷ് ഷംസുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള വെഡ്ഡിംഗ് വില്ലേജ് എന്ന ഓഡിറ്റോറിയം അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ പരാതി കൊടുത്തതിനെ തുടർന്ന് ഈ ഓഡിറ്റോറിയം അടച്ചുപൂട്ടാൻ നേരത്തെ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. കോർപ്പറേഷൻ ഇയാളുടെ നിയമവിരുദ്ധമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കുകയാണെന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള ബിനി ടൂറിസ്റ്റ് ഹോം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അനുമതി കൂടാതെ കരാറുകാരനായ ജനീഷ് അതിഥി മന്ദിരം പൊളിച്ചുപണിയുകയും BJP കൗൺസിലർമാരുടെ അടക്കം പ്രതിഷേധം ശക്തമായതോടെ ഇയാൾക്കെതിരെ കേസെടുക്കുകയും പൊതുമുതൽ നശിപ്പിച്ചതിന് 29 ലക്ഷം രൂപ കെട്ടിവെക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ പശ്ചാത്തലമുള്ള ഉടമയുടെ സ്ഥാപനത്തിന് കൊച്ചിയിലെ പരിപാടിയുടെ ക്രമീകരണ ചുമതല നൽകിയതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. തൃശ്ശൂര് അവര് ഒരു ഓഡിറ്റോറിയം നടത്തുന്നുണ്ടായിരുന്നു, വെഡ്ഡിംഗ് വില്ലേജ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം. അത് 2016 സ്റ്റാർട്ട് ചെയ്തതാണ്. 2024 വരെ 1 രൂപ പോലും അതിന് ടാക്സ് അടയ്ക്കുകയോ ബിൽഡിംഗ് പെർമിറ്റോ ഒന്നും ഇല്ലാത്തതാണ്. പൊല്യൂഷൻ കൺട്രോൾ ഇല്ല, ഫയർ ആൻഡ് സേഫ്റ്റി ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് പരാതി കൊടുത്തതിന് ശേഷം കോർപ്പറേഷൻ ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ മാത്രമാണ് കോർപ്പറേഷൻ അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഫൈൻ അടപ്പിച്ചത്. ഈ GCDAയിൽ ഇദ്ദേഹം ഒരു അപേക്ഷ പോലും വെക്കില്ല. ലാസ്റ്റ് ചെയ്യുക എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് ചിലവരുടെ ബിനാമിയാണ് ഇദ്ദേഹം. പല ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും ബിനാമിയാണ്. നിലവിൽ ബിനിയുടെ കെട്ടിടങ്ങൾ കോർപ്പറേഷന്റെ അനുമതിയില്ലാതെ വിവിധ സ്ഥാപനങ്ങൾക്ക് കീഴ്വാടകയ്ക്ക് നൽകിയിരുന്നതായും പരാതിയുണ്ട്. കൊച്ചിയിലെ സംഭവത്തിന് ശേഷം ഇയാളെ സംരക്ഷിക്കുന്ന നിലപാട് അധികൃതർ കൈക്കൊള്ളുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ജനം, തൃശൂർ.